ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു അടിയന്തരത്തിന് പോവുകയാണ്. എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ അടിയന്തരമാണ്. അപ്പോൾ നമ്മൾ പുത്തൂറാണ് പോകുന്നുള്ളത്, കർണാടകയാണ്. അപ്പോൾ പപ്പയും നമ്മളൊന്നിച്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബദിയടുക്ക എത്തി. ബദിയടുക്കയിൽ നിന്ന് പപ്പ നമ്മളൊന്നിച്ച് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോകുന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ അജ്ജ ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു മൂന്നാളും. കാരണം അത്ര മിണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടും കേട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു, കിയാരക്കാണെങ്കിൽ നല്ല ഉറക്കവും. അതെ, പിന്നെ ഈ ഒരു റോഡും അതേപോലെ തന്നെ ഫുള്ളൊരു ഫോറസ്റ്റ് ടൈപ്പായിരുന്നു. ഇവളൊക്കെ ഉണ്ടോ? ഇവളിതാ നല്ല ഉറക്കമാണ്. അപ്പോൾ രാവിലെ നമ്മൾ 10 മണിയാകുമ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവളുടെ ഉറക്കമൊക്കെ ശരിയല്ലാത്തത് കൊണ്ട് ആൾ ഫുൾ ടൈം ഉറക്കം തന്നെയാണ് വണ്ടിയിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു മന്ദിരത്തിലാണ് പരിപാടി. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഫാദറിൻ-ലോ. അപ്പോൾ ഇവള് ചേച്ചിൻ്റെ കയ്യിലായിരുന്നു കുറേ സമയം. പിന്നെ ഈ കുട്ടിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവളൊന്നിച്ച് തന്നെ ആയിരുന്നു കുറേ സമയം. പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും പുറത്തിറങ്ങി. അപ്പോൾ ഇവളാണെങ്കിൽ ഈ താറാവിനൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നതാണ്. അല്ല, ഈ പൂജ ആയിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? അമ്പലത്തിന്റെ പൂജ ആയിട്ടാണോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇവിടെ ഉത്സവമൊക്കെ നടക്കാറുണ്ട് ഏപ്രിലിൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബാത്തുക്കോളി എടുത്തു വെള്ളത്തിൽ. താറാവ് എടുത്തു. വെള്ളത്തിലുണ്ടാവും താറാവുണ്ടാ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോഴത്തേക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളതാണ്. പിന്നെ ബൈയോട്ട് വരണ്ടേ? അങ്ങനെ ഇത് ശരിയായി. ഹഗ്ഗാക്ക് കിയാര അമ്മനെ ഹഗ്ഗാക്ക്. ഹഗ് ഒരു ഉമ്മതാ അമ്മക്ക്. ഇപ്പോൾ പിന്നെ മറവിയൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വേഗം തിരിച്ചു വന്നു. ഇവക്കിതാ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആൾ വണ്ടിയിൽ കയറിയാൽ കുറച്ചിങ്ങനെ കളിക്കും, പിന്നെ നല്ല ഉറക്കം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ആ സമയത്ത് ഫുൾ ഉറക്കം തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അടൂരാണ് പോകുന്നത്. വേറൊരു വഴിയിലൂടെ അടൂർ പോകും. റൂമിൽ നിന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബും ചെയ്യണേ. ബൈ.